വനജേ, വനജേ, ഒന്ന് ഇങ്ങോട്ട് വാ. നീ ഒരു കാര്യം അറിഞ്ഞോ? എന്ത് കാര്യം? എന്ത് കാര്യം എന്നാ? അവിടെ ഇരിക്ക്, ഞാൻ പറഞ്ഞു തരാം. നീ കാര്യം എന്താന്ന് വെച്ചാൽ വേഗം പറയേ. നിക്ക് വനജേ, ദേ സമാധാനത്തിൽ പറയേണ്ട കാര്യ. ഇനി നമ്മുടെ രാജേഷിന്റെ മകനെ കുറിച്ച് നീ വല്ലതും അറിഞ്ഞോ? ആ ചെക്കൻ എന്താ ചെയ്തിരിക്കുന്നത്? കല്യാണം ശരിയായി അത്രേ. ഇന്നലെ രാത്രി എന്നെ വിളിക്കാൻ വരുന്നു. സുമതിയെ മോന്റെ കല്യാണം ശരിയായിട്ട് കേട്ടോ, വരണം പറഞ്ഞിട്ട്. നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ? ഇതാ ഇപ്പോ അതിനിപ്പോ എന്താ, ആ കുട്ടി എവിടെ ജോലിക്ക് പോയി, അവനൊരു പെൺകുട്ടിനെ ഇഷ്ടമായി. അപ്പൊ അവൻ എന്തായാലും കൂട്ടിയിട്ട് വന്നില്ലാലോ. അപ്പൊ കുറച്ച് ആൾക്കാരെ വിളിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് താലി കെട്ടി കൊണ്ടുവരാൻ പറഞ്ഞു. അത്രേന്നെ ഉള്ളൂ. അതിപ്പോ ഇങ്ങനെ പറഞ്ഞു നടക്കാൻ മാത്രം ഒന്നുമില്ല സുമതിയെ. ഓ, അപ്പൊ നിന്റെ അടുത്തും പറഞ്ഞു അല്ലേ? അങ്ങനെയുള്ള സ്ഥിതിക്ക് അവൾ ഇവിടെ മുഴുവനും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. വലിയ പത്രാസാണ് പറഞ്ഞ് നടക്കുക. ചെക്കൻ ജാതി മാറി വേറെ ഏതോ പെണ്ണിനെ സ്നേഹിച്ചതാ. അതിപ്പോ ആ കൂട്ടിക്കൊണ്ട് വരണ്ട പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരെ എല്ലാവരും കൂടി വിളിച്ചിട്ട് താലി കെട്ട് 10 ആൾക്ക് ഭക്ഷണം കൊടുക്കുക എന്തൊക്കെ ചെയ്യുന്നോട്ട് അവള് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജാതി മാറി എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടോ? ഇപ്പൊ രാജേഷിന്റെ ഭാര്യ ഇവിടെ എല്ലാവരും അടുത്തും വന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ എത്ര ആൾക്കാർ അങ്ങനെ കഴിക്കുന്നത് ജാതി മാറിയിട്ട്. ഇതൊക്കെ വലിയ എടുത്ത് പറയാൻ പറ്റുള്ള കാര്യമാണ്. നിന്റെ അടുത്ത് ഒരു കാര്യം പറയാൻ പറ്റില്ല. അതൊക്കെ പോട്ടെ, ആ ശ്രുതിക്ക് ജോലി കിട്ടിയല്ലോ, അത് നീ അറിഞ്ഞോ? ആ ശ്രുതിക്ക് ജോലി കിട്ടട്ടെ. പാവം തന്നെ, ആ കുട്ടി എത്ര കാലം കൊണ്ട് ശ്രമിക്കുന്നത് ജോലിക്ക് വേണ്ടിയിട്ട്. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് ജോലി കിട്ടുന്നത് നല്ലതല്ലേ? ഒരാൾ കൊണ്ടുകൊണ്ട് കുടുംബം കഴിയണ്ടാലോ. അവൾക്കും ജോലി കിട്ടിയപ്പോൾ സന്തോഷമായില്ല അവർക്ക്. പിന്നെ ലഡു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. ഓ, അപ്പൊ അത് നീ അറിഞ്ഞോ ഇല്ലേ? ഞാൻ അത് ഇത് 100 പ്രാവശ്യം പോണില്ലേ? നിന്നോട് എനിക്ക് എന്ത് സ്നേഹമോ, എന്ത് കിട്ടിയാലും വനജ. ഇപ്പൊ നോക്ക്, കൊല വെട്ടി 2 പഴവും കൂടി എനിക്ക് ഞാൻ കൊണ്ടുവന്നിട്ടു. എന്റെ അടുത്ത് ഒരു വാക്ക് നീ പറഞ്ഞില്ലാലോ. 1 മാസമായി കഴിഞ്ഞത്ര ജോലി കിട്ടിയിട്ട്. ലഡു കൊണ്ടുവന്നു, ലഡു. സുമതി, എനിക്ക് എൻ്റെ വീട്ടിലെ കാര്യം നോക്കാൻ തന്നെ സമയമില്ല. പിന്നെയാണോ നാട്ടുകാരെന്താ പറയണത്, എങ്ങോട്ടാ പോകുന്നത്, എന്താ ചെയ്യണ പറഞ്ഞ് നോക്കിക്കൊണ്ട് നടക്കല്? അതോ അവൻ്റെ അച്ഛനും ഇവിടെയുണ്ട്. മൂപ്പർക്കാണ് തീരെ കണ്ടുകൂടാ മറ്റുള്ളവരുടെ കാര്യങ്ങൾ സംസാരിക്കുക, ഒരാൾ കുറ്റം പറയാ എന്നുള്ളത്. അത് കാരണം ആ കാര്യം എൻ്റെ അടുത്ത് പറയല്ലേ കേട്ടോ. നീ അത് വിട്. നിന്റെ സുധാകരേട്ടൻ എന്തായാലും ഒരു ചെവി കേൾക്കില്ലാലോ. ആ കാര്യം എനിക്കറിയാം. പിന്നെ പെണ്ണുങ്ങൾ ആരെങ്കിലും വന്നാൽ പുറത്തു ഇറങ്ങില്ല. പിന്നെ ജാനകിന്റെ മോളിലെ ശ്രുതി ബാങ്കിൽ ജോലി കിട്ടി പറഞ്ഞില്ലേ? അവളൊരു ചെക്കനോട് ബൈക്കിലിരുന്ന് പോകുന്നുണ്ട് ഞാന്. നീ വല്ല വേണ്ടാത്ത കാര്യങ്ങൾ വിളിച്ചു പറയല്ലേ? നീ എന്തൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത്? നല്ല ആളാ സുമതി നീ. ആ കുട്ടി ബാങ്കിൽ വലിയ പോസ്റ്റിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അടുത്ത് എന്തെങ്കിലുമൊക്കെ നോക്കാനോ എടുക്കാനോ ഒക്കെ ലോണൊക്കെ കൊടുക്കില്ല. അതിനെന്തെങ്കിലും അവളുടെ PN വണ്ടിയിൽ പോയതായിരിക്കും. ഈ പോകുന്നവിടെയൊക്കെ വലിയ കാറും കൊണ്ട് പോകണ്ടാലോ എന്ന് പറഞ്ഞിട്ട് അതിനിങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കുന്ന. അതിന് ഇവൾക്ക് PA ആയി നിർത്തണമെങ്കിൽ എത്ര പെണ്ണുങ്ങൾ ബാങ്കിലുണ്ട്, അവരെ നിർത്തിക്കൂടെ? എന്തിനാ ചെക്കനെ നിർത്തിയിരിക്കുന്നത്? ഈ ചെക്കൻ ഇവിടെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതന്നെ അവർ കൊടുത്തത്. സുമതി, നിനക്ക് വിവരവും ഇല്ലെങ്കിലേ സംസാരിക്കാതിരിക്കേട്ടോ. PA ഇവള് വീട്ടിൽ നിന്ന് കൊണ്ടുപോവുകയാണോ? അത് ബാങ്കുകാർ കൊടുക്കുന്നതല്ലേ. വിദ്യാഭ്യാസം വിവരവും ഇല്ലെങ്കിലേ വേണ്ടാത്തവരെ കാര്യങ്ങൾ ഇന്നത്തെ ചിന്തിച്ച് തല പോയക്കണ്ട. സ്വന്തം വീട്ടിലെക്കാർ നല്ലോണം ഒന്ന് നോക്ക്. ദേഷ്യം വന്നിട്ട് പറയാം, എങ്ങനെ പറയരുത്. ഓ, എനിക്ക് എന്ത് പറഞ്ഞാലും ഓരോ ഉദാഹരണം കൊണ്ട് പറയും. നീ നാട്ടിലിറങ്ങി നോക്കിയാലും എനിക്ക് നാട്ടിൽ വിവരങ്ങൾ അറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ ചോറും വെച്ച് കറിയും വെച്ച് സുധാകരനെ നോക്കി മോനെ നോക്കിക്കൊണ്ടിരിക്കുക പണിയല്ലെന്ന് എനിക്കുള്ളൂ. ആ ലക്ഷ്മിന്റെ കാര്യം വല്ലതും അറിയോ? അവൾ ആദ്യം മണ്ടേ 200, 300, 500 കൊണ്ട് കടം വാങ്ങുന്നവളാ. ഇപ്പൊ വലിയ പൈസക്കാരത്തിയാ. മിണ്ടുന്നില്ല എൻ്റെ അടുത്ത്. നിന്റെ അടുത്ത് അവള് മിണ്ടാതിരിക്കണമെങ്കിലേ നീ എന്തെങ്കിലും അവളെ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അല്ലാതെ അവൾ ആരാടുത്തും മിണ്ടാതിരിക്കില്ല. ഞങ്ങൾക്കറിയില്ല അവളെ കുറിച്ചിട്ട്. ഞാൻ എന്ത് പറയാനാ? എൻ്റെ മോളെ, ഇവളെ അങ്ങനെ സുഖിക്കാൻ ഞാൻ വിടില്ല. കാരണം അവള് അന്ന് എൻ്റെ കാലിൻ ചോട്ടിൽ വന്നവളാ. ഇപ്പൊ ഞാൻ അവളുടെ കാലിൻ ചോട്ടിൽ പോകേണ്ട അവസ്ഥയാ. അങ്ങനെ ഒരാളെയും ഇവിടെ സുഖിക്കാൻ ഞാൻ വിടില്ല. ഞാൻ അതിന് തക്കതായിട്ടുള്ളൊരു പണി ഞാൻ അവൾക്ക് കൊടുക്കും, അത് ഉറപ്പാ. നിന്റെ അടുത്തേ ഞാൻ മാത്രമേ ലോകിയുള്ളൂ. പിന്നെ ഇവിടെ ആരെങ്കിലും മിണ്ടലുണ്ടോ? നിനക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം, അവർക്ക് പണി കൊടുക്കണം, ഇവർക്ക് പണി കൊടുക്കണം എന്നല്ലാണ്ട് എനിക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? നീ എന്താ ദൈവമാണോ ഓരോരുത്തർക്കും ശിക്ഷ വാങ്ങി കൊടുക്കേ? ദൈവം എന്തിന്? ദൈവം എപ്പോഴെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും അല്ലേ നമ്മുടെ കാര്യം സാധിച്ചു തരുള്ളൂ. അതിനേക്കാളും വലിയൊരു ശക്തി എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അവിടെ പോയിട്ട് നല്ലൊരു അമ്പിച്ച പണി അവൾക്ക് കൊടുക്കും, അത് ഉറപ്പാ. സുമതി, നീ ഇവിടെ ഇരുന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങളും സംസാരിക്കല്ലേ. നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് നിന്നെ കാണുമ്പോൾ തന്നെ പേടിയാകുന്നു. നീ സെഞ്ചിയിലേ വല്ല മുട്ടയോ പൊടിയൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. നീ എന്ത് വർത്തമാനം വനജയെ പറയുന്നത്? നിന്റെ സുമതിന് അത്ര വിശ്വാസമില്ല. നല്ല കാര്യായി. പിന്നെ നീ അന്ന് കുറച്ച് ദിവസം എൻ്റെ അടുത്ത് മിണ്ടാതിരുന്നപ്പോ ഒരു തകിട് ഇവിടെ കൊണ്ട് കുഴിച്ചിടുന്നുണ്ടായിരുന്നു. പിന്നെ നിന്റെ മോന് എന്റെ തലതെറിച്ച് ചെക്കനുണ്ടല്ലോ, ഏത് നേരം അവിടുത്തെ കാലും കൂടുതൽ ഇവിടെ തന്നെ അല്ലേ. ഇനിയിപ്പൊ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കിടന്ന് അവന്റെ കാല് വല്ല മുറിയാൻ. നീ എന്തായി പറയുന്നത്? സുമതി നല്ല മനസ്സുള്ളവളാ, നിന്നോട് നല്ല സ്നേഹം എനിക്ക്. സുമതിയെ, നീ എന്തൊക്കെയാ പറയുന്നത്? നമ്മൾ സാധാരണ മനുഷ്യരല്ലേ, ചിലപ്പോ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കാരണം ഞാൻ നിന്റെ അടുത്ത് മിണ്ടാതിരുന്നായിരിക്കും കേട്ടോ.
നീ അത് പറഞ്ഞിട്ട് ഇവിടെ ഒന്നും കൂടെ ചെയ്ത് വെക്കല്ലേ. ഞങ്ങൾ പാവം സാധാരണ ആൾക്കാരാ, അന്നാട് പണിയെടുത്ത് കഴിയുന്ന ആൾക്കാരാ. എന്തെങ്കിലും മുടക്കി ഇടരുത് നീ. നീ എന്താ വനജ പിറുവിറുക്കുന്നു? പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, നിന്റെ ചെക്കൻ ഇതുവരെ ഒരു ജോലി കിട്ടാത്തത്. എവിടെയെങ്കിലും ജോലിക്ക് പോയി പറയും, പിന്നെ ഇവിടെ തന്നെ വന്ന് നിൽക്കുന്നത് കാണാലോ. ഒരു കാര്യം ചെയ്യ്, നിന്റെ നല്ലതിന് വേണ്ടി ഞാൻ പറഞ്ഞു തരിക. ഈ ചെക്കൻ നടക്കുമ്പോഴേ മുറ്റത്തുനിന്ന് അവന്റെ കാലിനടിയിൽ ഒരുപാട് മണ്ണെടുക്കുക. അതിന് മണ്ണ് എവിടെ നിന്നല്ലേ? മുറ്റം മുഴുവൻ ഇങ്ങനെ ആരെങ്കിലും ചെയ്ത് വെക്കുവോ മണ്ണെടുക്കാനും കൊണ്ട് പറ്റാണ്ട്? പിന്നെ അന്ന് ഒരു കാര്യം ചെയ്യും, തലമുടി അവൻ തല ചെയ്തില്ലേ, അല്ലെങ്കിൽ അവൻ ഉറങ്ങുമ്പോൾ തലേന്ന് 3-4 മുടി അങ്ങ് എടുക്ക്. എന്നിട്ട് നീ എൻ്റെ കൂടെ വാ. നല്ലൊരു മന്ത്രവാദി എൻ്റെ കയ്യിലുണ്ട്. നിന്റെ എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞു കൊടുത്താൽ മതി. നീ എൻ്റെ കൂടെ വന്നാൽ മാത്രം മതി, ബാക്കി കാര്യങ്ങൾ. സുമതിയെ, നീയേ ഇവിടുന്ന് പോകാൻ നോക്ക്. എന്റെ മോൻ്റെ എന്നെ ഉറങ്ങുക. എണിച്ച് വന്നിട്ടുണ്ടെങ്കിൽ എന്നെയും കൂടി പിടിച്ച് പുറത്താക്കും. നിന്നെ കുറിച്ച് ഇവിടെ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയുന്നതാ. അമ്മ അതിന് അവരോട് കയറ്റി എന്ന് പറയാൻ എൻ്റെ അടുത്ത്. നീ ഇപ്പൊ എന്തായാലും തൽക്കാലം പോ. കണ്ടില്ലേ, ഇതാണ് ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് നന്മ ചെയ്തോടാ പറഞ്ഞ്. ഈ സുമതി നന്മ മരമാണ്, നന്മ മരം. ആർക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കും. നിന്റെ അടുത്ത് ഇന്ന് വരെ ഒരാളെങ്കിലും ചോദിച്ചിട്ടുണ്ടോ മോൻ ജോലി ശരിയാക്കി തരാന്നുള്ളത്? അസൂയാണ്, എല്ലാവർക്കും അസൂയ. ഈ സുമതിക്ക് അസൂയയില്ല. ഞാൻ വേണ്ടെങ്കിൽ വേണ്ട, അപ്പൊ എനിക്കെന്ത് പോയി. പിന്നെ അതൊക്കെ പോകട്ടെ. നിന്റെ സുധാകരേട്ടനെ എത്ര കാലമായി ചെവിയിൽ എന്തോ വേദന പറഞ്ഞിട്ട് ഡോക്ടറെ എത്ര കാണിക്കുന്നു നീ? ഇന്ന് വരെ ശരിയായിട്ടുണ്ടോ? അന്ന് അത് ശരിയാക്കാൻ നോക്ക് നീ. പാവം, അയാൾ മര്യാദക്ക് നടന്നോട്ടെ. അതിന് നീ ഒരു കാര്യം ചെയ്, മൂപ്പന്റെ പെരുവരില്ലേ ഒരു നഖം ഇങ്ങനെ വെട്ടിക്കൊണ്ട, മൂപ്പര് അറിയാതെ. അത് ഞാൻ കൊണ്ടുവന്ന് നീ വരണ്ട. ചെവി കേട്ടാ പോരെ മൂപ്പർക്ക്. നഖോ? എന്ത് നഖം? എന്താ സമയം നീ പറയുന്നത്? ഇയാൾക്കാണോ ചെവി കേൾക്കില്ല എന്ന് പറഞ്ഞത്? അത് കൊടുക്കത്തെ ചെവിയാണല്ലോ. അത് ഞാൻ അവളോട് സിനിമയിലെ കഥ പറഞ്ഞോണ്ടിരിക്കുക. മോഹൻലാലിന്റെ ഒരു സിനിമയിലെ പെരുവരിലെ നഖം മുറിച്ചു ചന്ദനം മുട്ടി വെച്ച് കത്തിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഇയാളുടെ നഖം വേണ്ടാട്ടാ, അതൊക്കെ ഒടുക്കത്തെ ചെവിയാണ്. എന്നാ ശരി, ഞാൻ പോകട്ടെ ഏട്ടാ. സുധാകരൻ പോട്ടെ. ചെക്കന് വല്ല ജോലി കിട്ടണി കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അത് നന്നാകാൻ യോഗമില്ല. അത്രേനെ. നീയൊക്കെ എന്തിനാ അവൾ വീട്ടിൽ വെച്ച് കയറ്റുന്നത്? അതിന് ഞാൻ വിളിച്ച് കയറ്റതൊന്നുമല്ല സുധാട്ടാ. അവള് നേരെ ഇങ്ങോട്ട് കയറി വന്നതാ. എന്തോ കൊല വെട്ടി പറഞ്ഞിട്ട് 2 പഴവും കൊണ്ട് വന്നതാണ് അത്രേ. അത് കൊണ്ടുവന്ന പോലെ തന്നെ തിരിച്ചു കൊണ്ടുപോയി. ഇവിടുത്തെ പോലെ ന്യൂസും കണ്ടുപിടിക്കാൻ വന്നായിരിക്കും. വല്ലാത്തൊരു പെണ്ണുങ്ങളാണ്. സുജിത്തേ, എടാ സുജിത്തേ, അവിടെ നല്ല കളി കഴിഞ്ഞിട്ട് ഇത്രയും നേരം എണിച്ചിട്ടില്ല മോനെ, ഉറങ്ങുക. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ പെണ്ണുങ്ങളുടെ പേര്? നമ്മുടെ കൂടോത്ര സുമരേച്ചില്ലേ, ആ പെണ്ണുങ്ങൾ നടന്നു പോകുമ്പോഴേ ആ മോഹനേട്ടന്റെ തെങ്ങിന് ഒരു കൊല തേങ്ങ തങ്ങളുടെ തലയിൽ വീണ് അത് ബോധമില്ലാണ്ട് കിടക്കുക. പിന്നെ ചെറിയ തെങ്ങായതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഓടി വരുമ്പോ കുറെ ആൾക്കാരുണ്ട്, പക്ഷെ ആരും അതിനെ എണീപ്പിക്കുന്നില്ലേ. അയ്യോ, അത് നാട് മുഴുവൻ കൂടോത്രം ചെയ്യാൻ നടന്നല്ലേ. ആ തണന്റെ ഏലസും ചരടൊക്കെ ഉണ്ടാവും എന്നെ പേടിച്ചിട്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, നാട്ടുകാരെ മുഴുവൻ മുട്ടയും കൊണ്ട് കൂടോത്രം ചെയ്യാൻ നടന്നിട്ട് ഇപ്പൊ അവസാനം തേങ്ങ വീണു. എന്തായാലും അവന് വേഗം വിളിക്ക്, കൊണ്ടുപോട്ടെ. എടാ മോനെ, ഒന്ന് എണിക്ക്, ഒന്ന് കാർ എടുക്കാനാ, വേഗം വാ മോനെ. ഇത്രയും നേരം അവൾ ഇവിടെ ഉണ്ടായിരുന്നു, എന്നോട് സംസാരിച്ചിട്ട് പോയേ ഉള്ളൂ അങ്ങോട്ടേക്ക്. ആ പോകുന്ന പോക്കിലായിരിക്കും വീണത്. എന്നാലും ഈ കാലത്തൊക്കെ ഈ കൂടോത്രം പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ അത് നമ്മുടെ നാട്ടിൽ തന്നെ വന്ന് വെട്ടുപോയി. നമ്മുടെ നാട്ടിൽ മാത്രമല്ല മോനെ, എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഓരോന്നുകൾ ഉണ്ടാവും. ആരെങ്കിലും ഒന്ന് നന്നായി കണ്ട അവരുടെ അപ്പൊ തന്നെ ചവിട്ടി താഴ്ത്തണം പറഞ്ഞ് നടക്കുന്ന ആൾക്കാര്. പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ.